വേറൊരു വിഷയം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ച് പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കണം. കല്യാണം ഉറപ്പിച്ചവർ പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കും. ഈ ഉറപ്പിക്കുക എന്ന് പറഞ്ഞൊരു വിഷയത്തിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു, പുതിയാപ്പിൾക്കും പുതിയണ്ണനൊക്കെ ഇഷ്ടപ്പെട്ടു, അപ്പൊ നമ്മൾ അങ്ങനെ എഗ്രി ചെയ്യുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല. നിക്കാഹ് കഴിയാത്ത കാലത്തോളം അവർ അന്യർ തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യ, ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഈ വിഷയം. നിശ്ചയം കഴിയുമ്പോഴേക്കും എന്താ വിളി പടച്ചോനെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, അതിന്റെ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ. ഇത് പറ്റൂല കേട്ടോ. കാരണം നിക്കാഹ് ചെയ്യാതെ ഒരു അന്യ ആണിനും പെണ്ണിനും സംസാരിക്കാനോ കാണാനോ പാടില്ല. ഇത് അള്ളാന്റെ നിയമമാണ്. ഇനി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് അള്ളാന്റെ നിയമം ഇതാണ്. നിക്കാഹ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോ മറ്റു പെണ്ണുങ്ങളോടോ മറ്റാണുങ്ങളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ പിന്നെ എന്താ പറയാന്? വരാൻ പോകുന്ന പ്രതിഷ്ഠിത വരനോട് തന്നെ ഇങ്ങനെയാണ് ശരീഅത്തിന്റെ നിലപാടെങ്കിൽ മറ്റു ആണുങ്ങൾ, ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്രയാ ഫ്രണ്ട്സുകൾ പടച്ചോനെ. ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, സമയം കിട്ടാറില്ല. പക്ഷേ ഫേസ്ബുക്ക് ഒന്നും ഇല്ലെങ്കിൽ പറ്റ പോക്കാണെന്ന് ആൾക്കാരെ കാഴ്ചപ്പാടില്ലേ. എന്തായാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, ട്വിറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല, നിങ്ങൾ ലോകത്തൊന്നും അല്ല. അപ്പോ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലൈവ് ചാറ്റിങ്ങോ അല്ലെങ്കിൽ മെസ്സേജ് കൈമാറലോ ഒക്കെ ഹറാമിന്റെ പരിധിയിൽ വരും. നമ്മളങ്ങ് എല്ലാവരും കൂടി തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചത് ഹലാലാവോ? ഇല്ല. നിക്കാഹ് കഴിഞ്ഞാലേ പുതിയാപ്പിളി പുതിയ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യാൻ. ഈ നിശ്ചയിച്ചിരുന്ന സംഗതിയൊക്കെ കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. അത് വേഗം നിക്കാഹ് ചെയ്യാം ഇൻഷാ അല്ലാഹ്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് വിഷയം വന്നു, എന്ത് ചെയ്യണമെന്ന്. നിക്കാഹ് ചെയ്യാ. 4-5 ദിവസം കൊണ്ടാ ശരിയായത്, കഴിഞ്ഞ റമദാൻ. ഓക്കെ, നിക്കാഹ് ചെയ്തു, അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമില്ല, അത് മതി. നിശ്ചയിച്ചിട്ടാ പിന്നെ വിളിക്കാൻ പറ്റൂല, കാരണം നിങ്ങൾക്ക് ഹലാലായിട്ടില്ല. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ ഫോൺ വിളിന്റെ കാര്യം ഒന്ന് പറയേണ്ട വിഷയം തന്നെയാണ്. ഈ നെറ്റിലൂടെ, അതുപോലെ തന്നെ മറ്റു സൈറ്റുകളിലൂടെ, ഗൂഗിൾ ടോക്കിലൂടെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് മനുഷ്യന്മാർ സമയം കൊല്ലുന്നുണ്ട്. ഇത്തിസാലാത്തിനൊരു നഷ്ടത്തെക്കുറിച്ചല്ല എന്റെ കൺസേൺ, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് നേരം മനുഷ്യൻ മണിക്കൂറുകളോളം വിളിക്കാൻ. ജോലി സ്ഥലത്ത് പണിയില്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. റൂമിൽ വന്നാൽ ഒരു കണക്ഷന്മ 4 ബെഡിൽ നിന്ന് 4 ആളും വിളി തന്നെയാണ്. എത്ര? 2 മണിക്കൂർ, 3 മണിക്കൂർ. എന്റെ പൊന്നു സഹോദരന്മാരെ ശ്രദ്ധിക്കണം. നാട്ടിലൊക്കെ വിളിക്കുമ്പോ നാട്ടിലത്തെ സ്ഥിതി എന്താണ് നമുക്ക് അറിയില്ല. അവര് ഉടുക്കയും പാത്രമൊക്കെ എടുത്തിച്ചിട്ടാകാര ഈ ഫോൺ എടുക്കുക. എപ്പോഴാ അത് താഴെ വെക്കുക? സമയല്ലേ നമ്മൾ ഈ കൊല്ലുന്നത്. അതിന്റെ സൈക്കോളജി പറയാം. നമ്മൾ വിചാരിക്കും അങ്ങനെ കുറെ വിളിച്ചാൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും അവർക്ക്. അതുണ്ടാവില്ല. അതിനൊക്കെ ഒരു വീര്യം, നിലയും വിലയൊക്കെ വേണം. നെറ്റിൽ നിന്ന് വിളിയാന്ന് വന്ന ആൾക്കാർ ഫോണിട്ട് ഓടുക നാട്ടിൽ. നിങ്ങൾക്ക് അറിയോ? ഞാൻ എടുക്കൂല. ആരെങ്കിലും എടുത്താൽ ബാക്ക് പോയി കസാല വെച്ച് കൊടുക്കുക, ഇനി ഇരുന്നോ. എന്നിട്ട് നമ്മൾ പിന്നെന്താ വർത്താനം. ഈ പിന്നെന്താന്ന് ചോദിക്കുമ്പോഴത്തേന് വർത്താനം നിർത്തണം. അടുത്ത പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചോളി. ഈ പിന്നെന്താക്ക് ഭയങ്കര ബോറുള്ള ഏർപ്പാടാണ്. ഈ പിന്നെന്താ അങ്ങോട്ട് എത്തിക്കരുത്, അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു നിർത്തുക. ഇതൊക്കെ മലക്കുകൾ എഴുതിയൊക്കെ ഉണ്ട്. ഈ പറയുന്നതൊക്കെ 2 കൂട്ടർക്കും എത്ര സമയമാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത്. അവർക്ക് എന്തെല്ലാം ഷോലുണ്ടാവും അവിടെ. എന്നാ പുതിയാപ്പിള നിങ്ങൾ എന്നാല് നിർത്തല്ലേ പറഞ്ഞാ പിന്നെ അവൻ തെറ്റി, പിന്നെ 2 ആഴ്ചക്ക് വിളില്ല. എന്ത് ഏർപ്പാടാണ് ഇതൊക്കെ. നമ്മൾക്ക് ഈ കുട്ടികളൊക്കെ നിർത്തണ്ടേ? അതിനൊക്കെ ഒരു നിലവിലൊക്കെ വേണ്ടേ? നാട്ടിക്ക് ഫ്രണ്ട്സിനും ആർക്ക് ഒന്നിടവിട്ട് സന്ദർശിക്കുക, സ്നേഹം വർദ്ധിക്കുന്നതാണ്. ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് എന്നും വിളിക്കണ്ട. ഇന്ന് വിളിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, മണിക്കൂറൊക്കെ ധാരാളമാണ്. മനുഷ്യന്മാരെ അപ്പുറത്ത് മനസ്സിലാക്കണം. അയാളുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം. അങ്ങനെ സമയം കൊല്ലരുത് ദയവ് ചെയ്തിട്ട്. പൈസക്ക് ചെലവ് കുറവാ, ശരി തന്നെയാ. പക്ഷെ മലക്കുകൾക്ക് എഴുതി വെക്കണത്. നമ്മുടെ സമയമാണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. വെറുതെ ബോറുള്ള ഒരു ഏർപ്പാട് ഇങ്ങനെ എന്ത് ചെയ്യരുത്. പിന്നെ ആൾക്കാർ ഫോൺ തന്നെ സംഗതി എടുക്കാതെ പോകും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര രസമായി, പിന്നെ അത് ഭയങ്കര ബോറായി തുടങ്ങും. പിന്നെ അങ്ങനെ വേണ്ടെന്നായി, പിന്നെ അത് ഒരു അറപ്പും വെറുപ്പുള്ള രീതിയിലേക്ക് എത്തും. അത് അങ്ങനെ ചെയ്യരുത്. അതിന്റെ നിലയും വീരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ ഇപ്പോ ഞാൻ പറയണം, അത് നമ്മള് ഖുർആൻ ഓതിട്ടൊന്നും ഇപ്പൊ എനിക്ക് അർത്ഥം പറയാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയം ഇതാണ്.
ഇതൊക്കെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഗൾഫിലാണ് ഭയങ്കര സംഭവം, നാട്ടിൽ വിളിച്ചിട്ട് ഇടങ്ങാറാക്കുക.